ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മലയാളി ഫ്രം ഇന്ത്യ രണ്ടാം ദിനം എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് ചോദ്യം. ആദ്യ ദിനത്തിൽ സിനിമ നേടിയിരിക്കുന്നത് 2.5 കോടിക്ക് മുകളിലാണ് കേരള കളക്ഷൻ മാത്രം. നിവിൻ പോളിയുടെ ഏറ്റവും ഉയർന്ന ഫസ്റ്റ് ഡേ കളക്ഷനായി മാറുകയാണ് ഈ ഒരു സിനിമ. രണ്ടാം ദിവസം എങ്ങനെ? സ്വാഭാവികമായി എല്ലാ സിനിമകളും വ്യാഴാഴ്ചയാണ്, പിറ്റേ ദിവസം വെള്ളിയാഴ്ച ആണെങ്കിൽ ഇത് ബുധനാഴ്ച റിലീസ് ചെയ്യുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സിനിമയായിരുന്നു. ആദ്യം വന്നത് ഹെവി പോസിറ്റീവ് ആണെങ്കിൽ പിന്നീട് അത് ആവറേജും അങ്ങനെയുള്ള ഒരു റെസ്പോൺസാണ് സിനിമയ്ക്ക് മൊത്തമായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പല രീതിയിൽ സിനിമയെക്കുറിച്ച് പറയുന്നു. ചിലർ അതിഗംഭീരം എന്ന് പറയുമ്പോൾ ചിലർ മോശം എന്ന് പറയുന്നു. എന്തായാലും അത് നിങ്ങൾക്ക് തന്നെ വിട്ടുതരുന്നു. നിങ്ങൾ സിനിമ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുക. കളക്ഷൻ്റെ കാര്യങ്ങൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇതുവരെ ഈവനിങ് വരെ അത്ര മെച്ചമല്ല എന്നാണ് പറയാനുള്ളത്. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ 60% ഇടിവാണ് വന്നിരിക്കുന്നത്. 344ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 27% ഒക്യുപ്പൻസിയിൽ 25,000-ന് മുകളിൽ ആളുകൾ കണ്ടു എന്നും 40 ലക്ഷം രൂപയാണ് സിനിമ ഇതുവരെ നേടിയിരിക്കുന്നതും എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇന്നലെ ഇതേ സമയം 1 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു കളക്ട് ചെയ്യപ്പെട്ടിരുന്നത്. അപ്പോൾ അത്രത്തോളം ഇടിവാണ് സിനിമയ്ക്കുണ്ടായിരുന്നത്. പക്ഷേ ഈവനിങ് നൈറ്റ് ഷോസ് എല്ലാം ബുക്ക് മൈ ഷോയിൽ നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു, എല്ലായിടത്തും നല്ല ലെവലിലുള്ള തിരക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ഈവനിങ് നൈറ്റ് ഷോസ് നല്ല ലെവലിൽ പോവുകയാണെങ്കിൽ തീർച്ചയായും സിനിമ 1.5 കോടിക്ക് മുകളിൽ അല്ലെങ്കിൽ 1,60,00,000 രൂപ ആ റേഞ്ചിലേക്കായിരിക്കാം ഇന്ന് ട്രാക്കേഴ്സ് പറയാൻ പോകുന്ന കളക്ഷൻ എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് ഇന്നും 2 കോടിക്ക് മുകളിൽ സിനിമ എത്തും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണേലും ഈവനിങ് നൈറ്റ് ഷോസിൻ്റെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ കളക്ഷൻ കാര്യങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് വരാം. എന്തായാലും ഇതിനോടകം നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായം ഒന്ന് പറയാം. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സിനിമ കാണാം, എന്നിട്ട് അഭിപ്രായം പറയാം. എന്തായാലും ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ ഒരു സിനിമ, അതേപോലെ ഡിജോ ജോസിൻ്റെ സംവിധാനത്തിൽ വന്ന ഈ ഒരു സിനിമ, നിവിൻ പോളിയുടെ ഗംഭീര തിരിച്ചുവരവ് എന്നുള്ളതിൽ ആർക്കും സംശയങ്ങളില്ല. മണിക്കൂറിൽ ഇപ്പോൾ 2,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോകുന്നത്. ഇന്നലെ ഇതേ സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞ 6,000-7,000 ടിക്കറ്റുകൾ വിറ്റുപോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുമാത്രമല്ല ഇന്നലെ നൈറ്റിൽ 100-ന് മുകളിലുള്ള എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇന്നത്തെ കളക്ഷൻ ഡീറ്റെയിൽസ് വരുമ്പോൾ അതുകൂടി ആഡ് ചെയ്യുമ്പോൾ ഇന്നലത്തേന് സമാനമായിട്ടുള്ള കളക്ഷൻ വരും എന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്.